പുതിയ വീട് പണിതപ്പോൾ ഫെങ്ഷി നോക്കിയതിന്റെ ഗുണം. ഒരു വടക്ക് ദർശനമായിട്ടുള്ള ഒരു പുതിയ വീട് ഒരാൾ പണിഞ്ഞു. അപ്പൊ അതിനോടൊപ്പം തന്നെ അവര് വടക്ക് ദർശനത്തിലെ ലാൻഡ് എല്ലാം എടുത്തിട്ടിട്ട് നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു അതിന്റെ ഒരു പ്ലാൻ തയ്യാറാക്കി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ വടക്കിൽ മാത്രമേ അവർക്ക് റോഡുള്ളൂ. അപ്പൊ നമ്മൾ അതിനൊരു പ്ലാൻ തയ്യാറാക്കി. ഇവര് വാസ്തു നോക്കുന്നതിനോടൊപ്പം തന്നെ ഫെങ്ഷിയുടെ നക്ഷത്രങ്ങളും കൂടെ പരിഗണിച്ച് അതും കൂടെ നമുക്ക് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഫെങ്ഷി നോക്കുമ്പോൾ അത് സൈറ്റ് വിസിറ്റ് ആണെങ്കിൽ ആ ഒരു ഫ്ലൈങ് സ്റ്റാർ നമ്പർ കൂടെ നമ്മൾ നോക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ആ നമ്പർ എടുത്തപ്പോൾ വാസ്തുവിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം വീടിന്റെ പകുതിയിൽ നിന്നും വടക്ക് കിഴക്കിലേക്ക് പ്രധാന ഡോർ വെക്കാനാണ് പറയുന്നത്. ഇപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വീട് വെക്കുമ്പോൾ ഒന്നുകിൽ അത് സ്ക്വയർ ആയിരിക്കണം, അല്ലെങ്കിൽ റെക്ടാങ്കിൾ ആയിരിക്കണം. ഇത് ഞാൻ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതാണ്. പലരും മറ്റ് പല കാര്യങ്ങളുമാണ് ശ്രദ്ധിക്കുന്നത്, അളവുകളും മറ്റുമാണ് ശ്രദ്ധിക്കുന്നത്. അളവുകൾ ശ്രദ്ധിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വീട് നിങ്ങൾ എങ്ങനെ വെച്ചാലും അത് സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ ഇരിക്കണം. ആകെ 4 കോർണറേ അതിനകത്ത് വരാൻ പാടുള്ളൂ. 4 കോർണറിൽ കൂടുതൽ വന്നിരിക്കുന്ന ഏതൊരു വീടും വാസ്തുപ്രകാരം ഫെങ്ഷി പ്രകാരം അത് തെറ്റാണ്. അവിടെ എന്തെങ്കിലും ഒരു വാസ്തു ദോഷം അല്ലെങ്കിൽ ഫെങ്ഷി ദോഷം അവിടെ കാണാൻ സാധ്യതയുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ ഈ ഒരു ഷേപ്പിലേക്ക് വീട് കൊണ്ടുവന്നു. ഇനി വാസ്തുപ്രകാരം നമ്മൾ വീടിന്റെ ഓരോ ബെഡ്റൂമുകളും കിച്ചന്റെയും മറ്റുള്ള സ്ഥാനങ്ങളെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്തു. അടുത്തത് നമ്മൾ ഫെങ്ഷുയിലേക്ക് എടുത്തു. ഫെങ്ഷുയിൽ നമുക്ക് ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ഒരു തിയറി ഉണ്ട്. അതായത് നമ്മൾ ഈ ഭൂമിയിൽ എവിടെ വീട് വെച്ചാലും ഏത് ബിൽഡിംഗ് വെച്ചാലും ആ വെക്കുന്ന അന്ന് മുതൽ വീടിന്റെ ഓരോ ദിക്കുകൾ അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ ഓരോ ദിക്കുകളിലായിട്ട് ഒരു എനർജി ഉണ്ടാവും. അപ്പൊ നമുക്കത് കാണാൻ പറ്റത്തില്ല. അപ്പൊ ആ ഫെങ്ഷുയിൽ അതിനെ ഫ്ലൈങ് സ്റ്റാർ നമ്പർ എന്നാണ് പറയുന്നത്. ഈ വാക്കുകളൊന്നും കേട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, വളരെ സിമ്പിളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ എനർജി എന്നുള്ള രീതിയിൽ പറഞ്ഞത്. അതൊരു എനർജി ഉണ്ടാവും. അപ്പൊ നമുക്ക് 8 ദിക്കുണ്ട്, ഒരു ബ്രഹ്മസ്ഥാനവുമുണ്ട്. ഓരോ സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റാത്ത ഒരു എനർജി ഉണ്ടാവും, പക്ഷെ അത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പം ആ എനർജി കൂടി നോക്കിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ വീടുകൾ പണിയേണ്ടതും റൂമുകൾ സെലക്ട് ചെയ്യേണ്ടതും പ്രധാന വാതിലിന്റെ സ്ഥാനം നിശ്ചയിക്കേണ്ടതും. നമ്മളൊരു വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ എടുത്തു, റിയൽ ഫ്ലൈങ് സ്റ്റാർ ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഓരോ സ്ഥലത്തും വരുന്ന എനർജി നമ്പറുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ട് ഓരോ നമ്പറുകൾക്കും ഓരോ എനർജി ഉണ്ട്. ഇതിൽ വടക്ക് ദർശനത്തിലുള്ളൊരു വീടാണ്. ഇവിടെ നമ്മൾ ഈ ഭാഗത്ത് കൊണ്ടുവന്ന് പ്രധാന ഡോറ് വെച്ചു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിൽ ടെൻഷൻ ഒഴിഞ്ഞൊരു സമയം കാണത്തില്ല. അച്ഛന് ടെൻഷൻ, അമ്മയ്ക്ക് ടെൻഷൻ, മക്കൾക്ക് ടെൻഷൻ, മൊത്തം എല്ലാവരും ടെൻഷനിലായിരിക്കും. അതെന്താ എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവുന്നത്? കാരണം എല്ലാവർക്കും കൂടെ ഒരു ഒറ്റ വാതിലല്ലേ ഉള്ളൂ, പ്രധാന വാതിൽ. അപ്പൊ ആ വാതിലിൽ ടെൻഷനാണ് നിൽക്കുന്ന എനർജി. ഇവർ ഇവിടെ നിന്ന് മാറി ഇവിടത്തേക്ക് ഡോറ് പണിഞ്ഞു എന്ന് കരുതുക, വടക്ക് വശത്തേക്ക് ഡോറ് പണിഞ്ഞു എന്ന് കരുതുക. ഈ വടക്ക് വശത്തേക്ക് ഡോറ് പണിഞ്ഞപ്പോൾ അവിടെ നല്ലൊരു എനർജി ഉണ്ട്. തൊഴിൽപരമായിട്ടും മറ്റ് അഭിവൃദ്ധിയൊക്കെ ഉള്ളൊരു വീടായി അത് മാറി. ഇനി അവര് വടക്ക് കിഴക്ക് ഭാഗത്ത് കൊണ്ടുപോയി പ്രധാന വാതിൽ വെച്ചു എന്ന് കരുതുക. അപ്പൊ ഇവിടെയാണ് നമ്മുടെ വാസ്തുവിന്റെ ഒരു തിയറി. അതുകൊണ്ടാണ് ഫെങ്ഷി പ്രകാരം വീട് വെച്ചത് കൊണ്ടുള്ള ഗുണം എന്താണെന്നുള്ള ഒരു ടോപ്പിക്ക് നമുക്കിവിടെ വന്നത്. അപ്പൊ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾ ഡോർ വെച്ചപ്പോൾ വാസ്തു പ്രകാരം ഇത് പക്കയാണ്. കാരണം എന്താണ്, ഈശാന കോണിലാണ് പ്രധാന ഡോറ് വന്നത്. അതേസമയം ഫെങ്ഷുയിൽ ഈ പറയുന്ന സ്റ്റാറിനേക്കാൾ കൂടുതൽ ഗുണം ഈ സ്റ്റാറിനുണ്ട്. അപ്പൊ നമുക്ക് ഫെങ്ഷുയിൽ നമ്മൾ അവിടെ ഡോറ് വെക്കൂല. അപ്പൊ നമ്മൾ വാസ്തുവും ഫെങ്ഷുയും രണ്ടും കൂടെ കൺസൾട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? വാസ്തുവിന്റെ തിയറി എന്താണ്? മൊത്തം വീടിന്റെ സെന്ററിൽ നിന്നും നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് നിങ്ങൾക്ക് പ്രധാന ഡോറ് വെക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ കൊണ്ടുപോയി നമ്മൾ ഡോറ് വെക്കും. ഇവിടെ കൊണ്ടുവന്ന് ഡോറ് വെച്ചപ്പോൾ എന്ത് പറ്റി? വാസ്തു പറയുന്ന നിയമം നമ്മൾ പാലിച്ചു. അതായത് നമ്മൾ സെന്ററിൽ നിന്നും വടക്ക് കിഴക്കിലേക്ക് പ്രധാന ഡോറ് വന്നു. അതേ സമയം തന്നെ ഫെങ്ഷുയിലെ ഏറ്റവും നല്ല എനർജി നിൽക്കുന്ന 9 എന്ന് പറയുന്ന സ്ഥലത്തും നമുക്ക് ഡോർ വെക്കാൻ പറ്റി. അപ്പോൾ ഒരേ സമയം വാസ്തുവും സെറ്റായി ഫെങ്ഷുയും സെറ്റായി. ഇതാണ് വാസ്തുവും ഫെങ്ഷുയും കൂടെ നോക്കി നമ്മൾ വീട് വെച്ചപ്പോഴുള്ള ഗുണം. ഇവിടെ ആയിരുന്നു നിങ്ങളുടെ വാസ്തു മാത്രം നോക്കി ഇവിടെ ആയിരുന്നു നിങ്ങളുടെ വീട് വെച്ച് കഴിഞ്ഞാൽ തെറ്റില്ല. പക്ഷെ ഈ കിട്ടുന്ന പ്രോസ്പെരിറ്റി ഇവിടെ കിട്ടത്തില്ല, അത് 100% ഉറപ്പാണ്. കാരണം എന്തുകൊണ്ടാണ് ഇത്രയും നമ്മൾ സ്ട്രോങ് ആയിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൺസൾട്ടിങ്ങിന് പോകുമ്പോൾ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടിന്റെ പ്രശ്നം അവർ പറഞ്ഞിട്ടല്ല നമ്മൾ അവരോട് പറയുന്നത്. ഇപ്പൊ അവർ ചെല്ലുമ്പോൾ ബഹുഭൂരിപക്ഷം ആൾക്കാരും പറയുന്നുണ്ട്, സാറേ നമുക്ക് നിലവിലുള്ള, ഞാൻ ചെന്നിട്ട് ചോദിക്കും എന്താ നിങ്ങളുടെ ആവശ്യം?
നിലവിലുള്ള വീടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നറിയണം. ഉണ്ടെങ്കിൽ എന്താണ് പ്രശ്നം, അത് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്, നമുക്ക് അതിന് എന്താ പരിഹാരം ചെയ്യേണ്ടതുള്ളത് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അത് നമ്മുടെ വീടിന്റെ വാസ്തുവും ഫെങ്ഷുയും ഒക്കെ നോക്കി അതിന്റെ ഫ്ലൈങ് സ്റ്റാർ എല്ലാം എടുത്തിട്ടാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഓരോ സ്ഥലത്ത് വരുന്ന ഫ്ലൈങ് സ്റ്റാർ നമ്പറുകളെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അവിടെ പ്രോബ്ലം പറയുന്നത്. അത് ഒരു സ്ഥലത്തും തെറ്റാറില്ല, അത് എല്ലാ സ്ഥലത്തും വളരെ കൃത്യമായിട്ടാണ് അത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ വെച്ച വീടുകൾക്കും വെക്കാൻ പോകുന്ന വീടുകൾക്കും നമുക്ക് ഈ നക്ഷത്രത്തെ കണ്ടുപിടിക്കാൻ സാധിക്കും. അതനുസരിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ടുള്ള മാറ്റവും ജീവിതത്തിലുണ്ടാവും. നമുക്ക് ഫെങ്ഷുയുടെ ചില ടൂളുകളിലേക്ക് പോകാം. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം 4 ദിക്കുകൾ 4 സ്വർഗീയ മൃഗങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്ന ഒന്നാണ് ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷുയിൽ പറയുന്നത്. അത് 4 അനിമൽസ് ആണ്. അത് നമുക്ക് എവിടെയാണ് സൂക്ഷിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ സ്വീകരണ മുറിയുടെ 4 ദിക്കുകളിലായിട്ടാണ് 4 അനിമൽസിനെ വെക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ഡ്രാഗൺ. ഒരു ഗ്രീൻ കളറിലുള്ള ഡ്രാഗൺ സ്വീകരണ മുറിയുടെ ഈസ്റ്റ് ഡയറക്ഷൻസിൽ വെക്കാം. അത് ഗ്രൗണ്ടിൽ നിന്ന് ഒരു 8 അടിയോ 9 അടിയോ ഹൈറ്റിൽ വെക്കാം. അതേപോലെ തന്നെ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട്, ഇതെല്ലാം കോമ്പസിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്, ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വൈറ്റ് ടൈഗർ വെക്കാം. ഈ ഡ്രാഗൺ വെക്കുന്ന അത്രയും ഹൈറ്റ് ഈ ടൈഗറിന് വേണ്ട. ഡ്രാഗൺ മാത്രമാണ് ഉയർന്നു നിൽക്കേണ്ടത്, ബാക്കിയെല്ലാം ഒരേ ലെവലിൽ നിൽക്കാം. അടുത്ത നമ്മൾ വെക്കേണ്ട അനിമൽസ് എന്ന് പറയുന്നത് സൗത്ത് ആണ്. സ്വീകരണ മുറിയുടെ സൗത്ത് വാളിൽ നമുക്ക് ഒരു ഫീനിക്സ് ബേർഡിന്റെ സിമ്പിൾസ് വെക്കാം. അതിന്റെ നേരെ ഓപ്പോസിറ്റ് നോർത്ത് ഡയറക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ടോർട്ടോയിസ് അല്ലെങ്കിൽ ടർട്ടിലിന്റെ ഇത് വെക്കാം. അങ്ങനെ ഈ 4 ദിക്കുകൾ 4 സ്വർഗീയ മൃഗങ്ങളെ സംരക്ഷിക്കാം. വീട്ടില് മറ്റുള്ളവരുടെ ദൃഷ്ടി തട്ടാതിരിക്കാനായിട്ട് വീട്ടിലും നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളിലും നമ്മുടെ വാഹനങ്ങളിലും നമുക്ക് എന്ത് ചെയ്യാം, ടർക്കിഷ് ബ്ലൂ ഐ അഥവാ ബ്ലൂ ഐ എന്ന് പറയുന്ന ഈ ഒരു ടൂള് നമുക്ക് ഉപയോഗിക്കാം. ഈവിൾ ഐ, ഇത് മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ നിന്നും നമ്മുടെ വീടിനെ സംരക്ഷിക്കാൻ നല്ലതാണ്. ഇതിന്റെ ചെറിയ ചെറിയ മുത്തുകളുണ്ട്, നമുക്ക് കുട്ടികൾക്കൊക്കെ ധരിക്കത്തക്ക രീതിയിലുള്ള മുത്തുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫെങ്ഷുയി ടൂളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.